വണ്ടി പോന്നു, വണ്ടി പോന്നു. ഒരു മൈൻഡ് ഇല്ല. അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. വണ്ടി പോകുന്നത് ഒന്നും. ഞങ്ങളുടെ അടുത്തുള്ള വീട്ടിലെ ചെടികളൊക്കെ കണ്ട, പ്ലാവൊക്കെ നിൽപ്പുണ്ട്, ചേമ്പുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ചെടിയായിട്ട് വെക്കുന്ന ചേമ്പുകളൊക്കെയാണ്. ഇത് കണ്ട, ചെടികളൊക്കെ കണ്ട. ഇങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് ഇവിടെ. പ്ലാവുണ്ട്, ചെറിയ ചേമ്പുണ്ട്. ഇങ്ങനെയൊക്കെ പോയിട്ട് കുട്ടികൾ വരുന്നുണ്ട് റോഡിലൂടെ. സ്നോയുടെ പ്രതികരണം നമുക്ക് നോക്കാം. കുട്ടികൾ ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു, റോഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഒരനക്കവും ഇല്ല. ദേ പിള്ളേർ പോയി. ആഹാ, സോ ഡീസൻ്റായി കേട്ടോ. ഇപ്പോൾ സ്നോ ആരെയും വഴിയെ വിടത്തില്ലായിരുന്നു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ആരും റോഡേ പോയാലുവേ നോ പ്രോബ്ലംസ്. നല്ല കുട്ടി. അപ്പോൾ ആൾക്കാരെയൊക്കെ തിരിച്ചറിയാൻ തുടങ്ങി. പറന്നു പോയി. ഇങ്ങോട്ട് ആ കാറ്റുണ്ട്. സോയ്ക്ക് ഇഷ്ടപ്പെട്ടു മഴയത്ത് വന്നുള്ള ഇരിപ്പൊക്കെ. ഓട്ടോ തുറക്കില്ലല്ലേ? ആഹാ, ഓട്ടോ പോയിട്ട് സ്നോയുടെ പ്രതികരണം കണ്ടോ? ഒരു കുഴപ്പമില്ല കേട്ടോ. സ്നോ ഇപ്പോൾ എല്ലാവരുമായിട്ട് യൂസ്ഡായി. ഇവിടെ ഭയങ്കര വഴക്കായിരുന്നു. വണ്ടി പോന്നു, വണ്ടി പോന്നു. ഒരു മൈൻഡ് ഇല്ല. അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. വണ്ടി പോകുന്നത് ഒന്നും. ഞങ്ങളുടെ അടുത്തുള്ള വീട്ടിലെ ചെടികളൊക്കെ കണ്ട, പ്ലാവൊക്കെ നിൽപ്പുണ്ട്, ചേമ്പുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ചെടിയായിട്ട് വെക്കുന്ന ചേമ്പുകളൊക്കെയാണ്. ഇത് കണ്ട, ചെടികളൊക്കെ കണ്ട. ഇങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് ഇവിടെ. പ്ലാവുണ്ട്, ചെറിയ ചേമ്പുണ്ട്. ഇങ്ങനെയൊക്കെ പോയിട്ട് പുല്ല് തിന്ന് കഴിഞ്ഞാ? പുല്ല് തിന്നുവാ സ്നോ. പുല്ല് തിന്ന് കഴിഞ്ഞാ? ഇതെന്താ പശുവാണോ? പശു അല്ല, ഇതൊക്കെ തിന്നുവോ? ആണോ? പട്ടിയും പൂച്ചയും എല്ലാം തിന്നും നമ്മൾ ഇറക്കി വിടുമ്പോ. സ്നോക്കുട്ടി അതിന്റെ ഒരു മരുന്നായത്. ഞങ്ങളുടെ പട്ടി അഴിച്ചു വിട്ടാൽ അത് പോയി പുല്ല്, പേരയുടെ ഇലയൊക്കെ കടിച്ചു പറിക്കുന്നു. കോഴി എല്ലാം തിന്നും. കോഴി തിന്നുന്ന കണ്ടിട്ടുണ്ട് ചേച്ചി. പട്ടിയും